ഹായ് അന്ദീപ. ഇന്ന് വീണ്ടും ഒരു റൂം ടൂറുമായിട്ടാണ് വന്നേക്കുന്നത്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ഈ ചാനലിൽ തന്നെ ഒത്തിരി തവണ ഞാൻ റൂം ടൂർ ചെയ്തിട്ടുണ്ട്. ഓരോ തവണ ഇതിനകത്തെ സെറ്റിംഗ്സ് ഒക്കെ മാറ്റുമ്പോഴും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകാം എന്നുള്ളതാണ് വിചാരിക്കുന്നത്. ഇതിൻ്റെ ലേ ഔട്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു റൂം എന്ന് പറയുന്നത് ഇതൊരു ക്രാഫ്റ്റ് റൂമാണ്. എൻ്റെ ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു റൂമല്ല. അപ്പോൾ നിങ്ങളൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട് നോക്കുവാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ചധികം എക്സ്പെൻസീവ് ആയിട്ട് തന്നെ ചെയ്തേക്കുന്ന ഒരു റൂമാണ്. ഇത് കണ്ടിട്ട് അങ്ങനെ ഒരു ഗിൽറ്റ് ഫീലിംഗ്, അയ്യോ എനിക്കത് പറ്റുന്നില്ല, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഒത്തിരി കമന്റ്സ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. ഇതൊരിക്കലും ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്തതല്ല. ഇത് ഞാൻ എൻ്റെ ഒരു പാഷൻ എന്നുള്ള നിലയ്ക്ക് അതിന് വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തേക്കുന്നതാണ്. ഇതിനകത്തെ ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെ മേടിച്ചേക്കുന്നതാണ്. നമ്മളൊരു ഇതിനകത്തൊരു പ്രോഫിറ്റ് കണ്ടിട്ട് വാങ്ങിച്ചേക്കുന്ന സാധനങ്ങളല്ല, അല്ലെങ്കിൽ ചെയ്തേക്കുന്ന സാധനങ്ങളല്ല. അതൊന്നും മൈൻഡിൽ വെച്ചേക്കാം. പിന്നെ ഇതൊരു ഇൻസ്പിറേഷനാണ്. വീട്ടിലിരുന്ന് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ഇതൊരു പാഷനായിട്ട് കൊണ്ടു നടക്കുന്നവർക്കും നമുക്ക് ഇങ്ങനെയും സെറ്റ് ചെയ്യാം. ഇതത്ര വലിയ സംഭവമാണ്, ഹൈഫൈ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. നമുക്ക് വന്നിരുന്ന് സമാധാനമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ബിസിനസ്സും, ഇതൊരു ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഒരു ടൈം പാസ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അത്യാവശ്യം വട്ടച്ചെലവിന് പൈസ ഉണ്ടാക്കുന്നു എന്നുള്ളതല്ലാതെ എനിക്ക് കസ്റ്റമേഴ്സിന്റെ സൈഡിൽ നിന്ന് ഒരു മുഷിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ അപ്പം എൻ്റെ ബിസിനസ് നിർത്തി പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പോകുന്നത്. അപ്പം കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്യുന്ന പല അവസ്ഥകളും ഞാൻ വന്നിട്ടുണ്ട്. ഒന്ന് അസുഖം കൊണ്ട് വന്നിട്ടുണ്ട്, അല്ലാണ്ട് പല പല കാര്യങ്ങൾ കൊണ്ട് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ബിസിനസ്. അപ്പോൾ അങ്ങനെ വിചാരിക്കരുത്. ഒരു പ്രോഫിറ്റിന്റെ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര ലോസ് ആണ് എനിക്ക്. അപ്പൊ ഇത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന ഒരു റൂമും സെറ്റിങ്സും കാര്യങ്ങളുമാണ്. പക്ഷെ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. പുതിയതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നവർക്ക് കുറച്ച് ഐഡിയാസും കൂടി ഇതിനകത്ത് കിട്ടും. അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോന്റെ ഉദ്ദേശം. അപ്പൊ ഇതിനകത്ത് ഞാൻ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ സൈസ് പറയാം. ഇത് കയറി വരുന്നിടത്ത് തന്നെ നമ്മുടെ ഹാളാണ് ഫ്രണ്ടിലുള്ളത്. ഇവിടുന്ന് കയറി വന്ന് ഹാള് കഴിഞ്ഞാൽ നേരെ ആദ്യം തന്നെ ഈ ഒരു റൂമാണ് വെച്ചേക്കുന്നത്. എന്നാൽ കുറച്ചും കൂടെ ബാക്കിലോട്ട് കാണിച്ച്, ഇതിങ്ങനെ ഓപ്പൺ ആയിട്ടാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് ചെയ്തേക്കുവാണ്, അല്ലാതെ ഇതിനൊരു അടപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ എനിക്ക് അടുക്കള എല്ലാം കാണണം. ആ രീതിയിലാണ് ഞാനിത് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിന്റെ സൈസ് എന്ന് പറയുമ്പം ഇത് 11 അടി നീളമാണ്. 11 അടി നീളവും 8 അടി വീതിയിലുമാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്ത് ചെയ്യണമെന്നൊക്കെ അന്നുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള ഒരു വേണ്ട, ഇത്രയും മെഷീൻസ് ഒക്കെ വീണ്ടും മേടിക്കും എന്നുള്ളൊരു അന്നേരം അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ലായിരുന്നു. അന്നേരം എനിക്ക് ആകെ ഈ ഒരു മെഷീനും പിന്നെ ഈ ഒരു മെഷീനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ 2 മെഷീൻ മാത്രം വെക്കാനുള്ള ഒരു സ്പേസ് എന്നുള്ള നിലയ്ക്കാണ് ഇത് ചെയ്തത്. ഇനി ഇതിൻ്റെ അകത്ത് ഇന്റീരിയർ ഈ കാണിച്ച ഇത് ഇത്രയും ചെയ്തേക്കുന്നത്, ഈ താഴത്തെ ഭാഗമാണ് നമ്മൾ ആദ്യമേ ചെയ്തിരുന്നത്. ഈ ഒരു ഇന്റീരിയർ എന്ന് പറയുന്നത് ഇതിനകത്തെ ഇവിടെ ഇതിന്റെ മുകളിൽ ഇതൊരു സീറ്റിംഗ് സ്റ്റോറേജ് സ്പേസ് ആയിരുന്നു. ബാക്കിലോട്ട് എടുത്തോ. ഇവിടെ ഒരു സീറ്റിംഗും ഒക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ മാറ്റിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു മെഷീൻ ഇവിടെ വെച്ചേക്കുന്നത്. അപ്പൊ ഈ ഒരു ഇന്റീരിയർ എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ വീട് ചെയ്തപ്പം അതിന്റെ ഇന്റീരിയേഴ്സ് ചെയ്ത ആൾക്കാരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചേക്കുന്നതാ. അപ്പൊ അതിനെ പറയുന്നേ, ഈ മറൈൻ പ്ലൈ HDF എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ വെച്ച് ലാമിനേറ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ചെയ്തേക്കുന്നത്. ഇത് കണ്ടോ, ഇതിന്റെ ഫിനിഷിങ് ഇതൊക്കെ പോയിരിക്കുമെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്തതാക്കിയത് അങ്ങനത്തെ ഒരു നോർമൽ നമ്മൾ മൈക്ക യൂസ് ചെയ്യുന്ന പോലത്തെ ഒന്നും അല്ല. അപ്പം ഇത് ചെയ്തേക്കുന്നത് RK ഇന്റീരിയേഴ്സ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചേക്കുന്നതാണ്. ഫുൾ വീട് ചെയ്തപ്പോൾ ഇതും കൂടെ ചെയ്തതാണ്. അപ്പൊ ഫസ്റ്റ് ചെയ്തത് ഇത്രയും ഒരു L പോർഷൻ. ഇത് ഞാൻ തന്നെ പറഞ്ഞതാണ്, എനിക്ക് വർക്ക് ഏരിയ ഒരു L പോർഷൻ വർക്ക് ഏരിയ വേണം. പിന്നെ ഇവിടം വരെ അത് വേണം, സ്റ്റോറേജ് വേണം. പിന്നെ ഇത് നമുക്ക് ഇതിനകത്ത് ഫിറ്റും ചെയ്തില്ല. വേറെ വേറെ മെഷീൻസ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു മെഷീന്റെ ഇത്രയും ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഇതിനകത്ത് ലെവലാക്കി വെച്ചേക്കുന്നത്. അപ്പം ഇത്രയും ഭാഗം മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇത്രയും തന്നെ ചെയ്തപ്പം ഏതാണ്ട് 1.25 അടുപ്പിച്ചായി തുടക്കത്തിൽ. പിന്നെ കുറെ നാൾക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റോറേജ് ഇപ്പോഴും ഒരു പ്രശ്നം തന്നെയാണ്. സ്റ്റോറേജ് ഒരു പ്രശ്നമായപ്പോഴത്തേക്കും രണ്ടാമത് നമ്മൾ വീട്ടിൽ വേറെ റിനോവേഷനും കാര്യങ്ങളും അടുക്കളയിലും കുറച്ച് കബേർഡൊക്കെ വന്ന സമയത്ത് ഞാൻ ഇവിടെ ഇത്രയും കബേർഡ് ചെയ്തു. അപ്പൊ ഈ കബേർഡും കൂടെ ചെയ്തു വന്നപ്പോഴത്തേക്കും പിന്നെയും ഏതാണ്ട് 1 lakh അടുപ്പിച്ചായി. അപ്പൊ മൊത്തം ഈ റൂമിനകത്തെ മാത്രം ഇന്റീരിയർ ഏതാണ്ട് 2.25 lakhs അടുപ്പിച്ച് ആയിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇതൊരു ബിസിനസ് എന്നുള്ള നിലയ്ക്ക് ചെയ്തതല്ല. ഇത് എൻ്റെ ഒരു പാഷൻ, എൻ്റെ ഒരു സന്തോഷം എന്നുള്ള നിലയ്ക്ക് ചെയ്തതാണ്. ഒരിക്കലും ഇത് നമ്മൾ പ്രോഫിറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ മുടക്കിയതിന്റെ അത്രയൊന്നും നമുക്ക് ഇങ്ങോട്ട് റിട്ടേൺ കിട്ടിയിട്ടില്ല. അപ്പോൾ ലേ ഔട്ട് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്. നീ അത് കാണിക്കണമെന്നില്ല എന്നാ, ഇച്ചിരി ബാക്കിലോട്ട് ഇറക്കി നിന്ന് കാണിച്ചാൽ മതി. സത്യം പറഞ്ഞാൽ ആദ്യം ഒരു വർക്ക് ഏരിയ ആണ് വന്നേക്കുന്നത്. ഇതപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു ഫോൾട്ട് പറയാം, ഞാൻ ഇരുന്നിട്ട് ചെയ്യും. ഇരുന്നിട്ട് ഇവിടെ ഇരുന്ന് വെട്ടും. കാരണം പണ്ടൊക്കെ എനിക്ക് ഭയങ്കര കഴുത്ത് തന്നെയായിരുന്നു. അപ്പൊ ഇരുന്നിട്ട് വെട്ടും എന്നുള്ള മട്ടിലാണ് ഞാൻ ഇങ്ങനൊരു ഇരുന്ന ആ ഒരു സ്പേസ് മതി എന്നുള്ളതായിരുന്നു. അപ്പൊ ഇവിടെ തന്നെ എനിക്ക് കുറെ അധികം ഈ റൂമിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തേക്കുന്നത് എല്ലായിടത്തും നമുക്ക് പ്ലഗ് പോയിന്റ്സ് വേണം. മറ്റേ ഹോട്ട് ഗ്ലൂ, സോൾഡറിങ് അയൺ ഇതൊക്കെ ചെയ്യാനുള്ള ഇത് വേണം. പിന്നെ
അയൺ ചെയ്യാനുള്ള പ്ലഗ് പോയിന്റ്സ് വേണം. ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഈ 12 ആംപിയർ അങ്ങനത്തെ വലിയ ഇതാണ്. അപ്പൊ അതിന് തക്ക രീതിയിലുള്ള ഇതുപോലത്തെ വലിയ പ്ലഗ് പോയിന്റ് ഒക്കെ വരത്തൊക്കെ ഉള്ള സംഭവങ്ങൾ വേണം. അങ്ങനെ സ്പെസിഫിക്കാ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. ഇത് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇതൊരു റിംഗ് ലൈറ്റ് ആണ് കേട്ടോ, പഴയ ഒരു റിംഗ് ലൈറ്റാ. അത് ഞാൻ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കുക. അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് ബാക്കിലോട്ട് പോട്ടെ. അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചെയ്ത് ഞാൻ പറഞ്ഞു വന്നത് തെറ്റിപ്പോയി. അപ്പൊ ഏറ്റവും കൂടുതൽ പ്ലഗ് പോയിന്റ്സ് ഞാൻ ആദ്യം തന്നെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ഈ റൂം ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ അന്ന് ഇരുന്നാണ് വെട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ കഴുത്തുവേദന മാറി ഷോൾഡറിലോട്ട് വേദന വന്നപ്പോൾ എനിക്ക് നിന്ന് ചെയ്യേണ്ട ആവശ്യം വന്നു. അപ്പൊ നിന്ന് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇത് ഭയങ്കര താന്നുപോയി. കുറച്ചും കൂടെ പൊക്കം വേണമായിരുന്നു. ഒന്നെങ്കിൽ ഈ ഒരു ലെവലിൽ പൊക്കം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇനിയിപ്പോൾ ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പിന്നെ ഇതിന് സ്പേസ് ഇല്ല. അന്ന് ഞാൻ കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സസാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് ഇത്രയും വീതി മതി. ഇപ്പം ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞാലേ നമുക്കൊരു 24 ഇഞ്ച് വീതിയേ ഉള്ളൂ. അപ്പം ഇവിടുന്ന് ഇത്രയും താത്തണ്ടടി, ഇതിനൊരു 24 ഇഞ്ച് വീതിയേ ഉള്ളൂ. ഈ 24 ഇഞ്ച് വീതി വെച്ച് കൊച്ചു പിള്ളേരുടെ ഡ്രസ്സ് നമുക്ക് ചെയ്യാം, വലിയവരെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വീതിയുള്ള വർക്ക് ഏരിയ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഇടയ്ക്ക് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു ഫോൾഡബിൾ ടേബിൾ ആണ്. നീൽക്കമലിന്റെ ഫോൾഡബിൾ ആയിട്ടുള്ള ടേബിൾ ആണ്. ഞാൻ പൊക്കി കാണിക്കുന്നൊന്നുമില്ല. ഇത് അത്യാവശ്യം വീതിയുണ്ട്. നമുക്ക് വലിയ വെഡ്ഡിങ് ഗൗണും അതുപോലത്തെ സാധനങ്ങളൊക്കെ ഞാനിപ്പോൾ ഇതിൽ ഇട്ടാണ് വെട്ടുന്നത്. അപ്പം ഞാനത് ഈ ഒരു ഹാൾ റൂമിലിട്ട് വെട്ടി അങ്ങോട്ട് കാണിക്കണ്ട. വെട്ടിയിട്ട് പിന്നെ ആവശ്യം കഴിയുമ്പോൾ ഞാനിങ്ങനെ ഫോൾഡ് ചെയ്തത് ഇതിൻ്റെ ബാക്കിലോട്ട് വയ്ക്കും. ഇതാണ്, ഇത് തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണേ. ഇതാ ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇട്ടേക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് ഇരുന്ന് ചെയ്യുന്നതും നിന്ന് ചെയ്യുന്നതും നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾ അങ്ങനെ ഒരു ഇത് ചെയ്യുവാണെങ്കിൽ ഇച്ചിരി പൊക്കമുള്ള, അതായത് നമ്മുടെ ആ ഒരു ഈ പൊക്കിളിനോട് ചേർന്നിട്ട് ആ ലെവലിൽ വേണം നമുക്ക് അടുപ്പും പാദമൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അച്ചി പൊക്കത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴുത്തധികം മേനെ എടുക്കത്തില്ല. ഞാൻ മേടിച്ച ഇതും അത്ര വലിയ പൊക്കമൊന്നുമില്ല, ഏതാണ്ട് ഒരു 75 സെന്റിമീറ്റർ പൊക്കം അങ്ങനെ എങ്ങാണ്ടേ ഉള്ളതിന് കേട്ടോ. ഇത്രയും പൊക്കമൊക്കെ അതിനും വരത്തുള്ളൂ. എനിവേ, പിന്നെ മെഷീൻ സെറ്റപ്സ് ഇതിന്റെ റിവ്യൂ ഞാൻ ചെയ്തതാണ്. 5 ത്രെഡ് മെഷീൻ. അപ്പോൾ ഇതിനിടയ്ക്ക് ആരോ ചോദിച്ചു 5 ത്രെഡ് ആണോ 4 ത്രെഡ് ആണോ നല്ലതെന്ന്. എനിക്ക് അറിയത്തില്ല, കാരണം എൻ്റെ 5 ത്രെഡേ ഉള്ളൂ. അപ്പോൾ 5 ത്രെഡ് ഞാൻ 4 ത്രെഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. 5 ത്രെഡ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ സ്റ്റിച്ച് സെപ്പറേറ്റ് വരും, അതാണ് 5 ത്രെഡ്. 4 ത്രെഡ് എന്ന് പറയുമ്പോൾ നോർമൽ എന്താണ് ലോക്ക് മെഷീൻ പോലെ തന്നെ. പിന്നെ ഈ ഒരു മെഷീൻ നമുക്ക് ഇതിനെപ്പറ്റി ഒത്തിരി പേര് റിവ്യൂ ചോദിച്ചിട്ടുണ്ട്. ഇത് വണ്ടർ സ്റ്റിച്ച് പ്ലസിന്റെ സിഗ്സാഗ് മെഷീനാണ്. ഇത് വെച്ചാണ് ഞാൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ മെഷീൻ വെച്ച് തന്നെയാണ് നമ്മൾ തയ്ച്ചുകൊണ്ടിരുന്നത്, എംബ്രോയിഡറി ചെയ്തുകൊണ്ടിരുന്നത്, ലോക്ക് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം. അതിനുശേഷം ഇത് നമുക്ക് കണ്ടിന്യൂസ് ഒരു 2 hours മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ മെഷീൻ എടുത്തത്. അപ്പൊ ഈ മെഷീന് 35,000 ഇതിന് ഏതാണ്ട് 17,000 രൂപയായിരുന്നു. ഇത് 18 രൂപയ്ക്ക് വാങ്ങിച്ചാൽ. ഇതുപോലെ ഒരു മെഷീൻ കൂടെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എനിക്കൊരു ഹെൽപ്പർ ഇടയ്ക്ക് ഉണ്ടായിരുന്നു, പുള്ളിക്കാരി പോയി കഴിഞ്ഞപ്പോൾ അത് വെറുതെ ഇരിക്കുക. അപ്പൊ ആ ഒരു മെഷീനും കൂടെ എനിക്ക് ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ സ്ഥലമില്ല, അല്ലെങ്കിൽ ഞാൻ അതും ഇതിനകത്ത് വെച്ചാനെ. അപ്പം ഈ ഒരു മെഷീൻ സ്ട്രെയിറ്റ് സ്റ്റിച്ച് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് എംബ്രോയിഡറി മറ്റു കാര്യങ്ങളും ചെറിയ എംബ്രോയിഡറി, ബട്ടൺ ഹോൾ, പിന്നെ പീക്കോ, അങ്ങനത്തെ കുറേ പരിപാടികൾ ഇത് ചെയ്യാം. അപ്പൊ നമുക്കൊരു ബൊട്ടിക് പോലെ വേണം, അത്യാവശ്യം കസ്റ്റമേഴ്സിന് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യണമെങ്കിൽ ഈ ഒരു മെഷീൻ മാത്രം പറ്റൂല. ഇതും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം എംബ്രോയിഡറി വർക്കൊക്കെ ഇതിനകത്ത് ചെയ്യാം. പിന്നെ ഇതിൽ നടക്കാത്ത എംബ്രോയിഡറി വർക്ക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്മുടെ 450 മെമ്മറി ക്രാഫ്റ്റ് മേടിച്ചത്. ഇതിന് ഒന്നടുപ്പിച്ചായി. പിന്നെ അതിന്റെ സോഫ്റ്റ്വെയർ വേറെ ഒരു 20 രൂപയായി പിന്നെ വാങ്ങിച്ചപ്പോൾ. അപ്പോൾ അതാണ് മെഷീൻസിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അയണിങ് ഏരിയ ലേ ഔട്ടാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് സെറ്റപ്പ്. ഇവിടെ നിന്നാണ് കട്ട് ചെയ്യുന്നത്, പിന്നെ പ്രസ് ചെയ്യുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഏരിയയിൽ ഇരുന്നാണ്. അപ്പൊ ഇത്രയാണ് ഒരു വർക്കിംഗ് സെറ്റപ്പ് എന്ന് പറയുന്നത്. അതെന്താണ് ആ മെഷീൻ 2 മണിക്കൂർ മാത്രം ഉപയോഗിക്കുന്നത്? ഇത് ഹോം യൂസിനുള്ള മെഷീനാണ്. ഹോം യൂസിനുള്ള മെഷീൻ എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ആൾക്കാർക്ക് തയ്ച്ചു കൊടുക്കുമല്ലോ. ഒരു ദിവസം ഇപ്പൊ നമ്മൾ നമ്മുടെ ഡ്രസ്സ് വല്ലതൊക്കെ തയ്ക്കത്തുള്ളൂ. അപ്പം 2 മണിക്കൂറിൽ കൂടുതലൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ 2 മണിക്കൂറിൽ കൂടുതൽ ഉപയോഗിക്കുവാണെങ്കിൽ ഇത് പെട്ടെന്ന് ഇതിന്റെ മോട്ടർ കേടായി ചൂടായി നിന്നുപോകും. അപ്പൊ പിന്നെ മോട്ടർ റീപ്ലേസ് ചെയ്യണം. മോട്ടറിന് റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഏതാണ്ട് 3000 രൂപയോളം എക്സ്ട്രാ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പം അതിനേക്കാളും ബെറ്റർ ഓരോന്നിനും ഓരോ ഫംഗ്ഷൻസ് ഉണ്ടല്ലോ. ഇത് ഹോം യൂസിൽ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം. ഇത് നമ്മൾ ഒരു ബിസിനസ് സംബന്ധമായിട്ട് കുറച്ചും കൂടെ സ്പീഡാണ് ഇതിനകത്ത് മുഖ്യം. പിന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ അതിൽ പെർഫെക്റ്റ് സ്റ്റിച്ച് അല്ലേ? ഇതിൽ കമ്പാരിറ്റീവ്ലി പെർഫെക്റ്റ് അല്ല. ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് പെർഫെക്റ്റ് അല്ല. ഒത്തിരി ലെയർ ഓഫ് തുണി വരുമ്പോൾ സൂചി പൊട്ടും, തയ്യൽ വീഴില്ല, അങ്ങനത്തെ കുറെ കംപ്ലൈൻസ് ഇതിനകത്തുണ്ട്. ഒരു ചെറിയ 2-3 ലെയർ ഒക്കെ ഓക്കെ, കൊച്ചു പിള്ളേരുടെ ഡ്രസ്സ് അതൊക്കെ നടക്കും. ഒത്തിരി വലിയ ജീൻസ് അതൊക്കെ അടിക്കുക, ജീൻസ് ഒക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ സ്റ്റിച്ച് പെർഫെക്റ്റ് അല്ല.
ഇതും അതുപോലെ ഹോം യൂസിന്റെ ആണ് ഈ ഒരു എംബ്രോയിഡറി മെഷീൻ. അതാണ് ഇതിന് ലിമിറ്റേഷൻ ഉള്ളത്. ഇതൊരു ഇൻഡസ്ട്രിയൽ പർപ്പസ് അല്ല, മനസ്സിലായില്ലേ? ഈ രണ്ട് മെഷീൻ ഇൻഡസ്ട്രിയൽ പർപ്പസ് ആണ്. മെറ്റലാണ് ബോഡി രണ്ടിന്റെ. അത് അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. പ്ലാസ്റ്റിക് ഇത് പ്ലാസ്റ്റിക് ആണ്, ഫൈബർ ആണ്. ഇതും അതൊക്കെ തന്നെ, ഫൈബറും പ്ലാസ്റ്റിക്കും കൂടെ ഒക്കെ ചേർന്ന് തന്നെയാണ്. ഓരോന്നിനും ഓരോ യൂസ് ഉണ്ട്. അതിന്റെ ഒരു മാക്സിമം കപ്പാസിറ്റി കഴിയുമ്പോൾ നമുക്ക് വേറെ നല്ല മെഷീൻ, അതിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് മെഷീൻ മേടിക്കേണ്ടി വരും. അപ്പൊ ഇത് അമ്മ പുതിയത് ഇൻഡസ്ട്രിയൽ യൂസിന് വാങ്ങിച്ചില്ലേ ഇതുപോലെ എംബ്രോയിഡറി ചെയ്യാൻ? അല്ല, ഇത് ഞാൻ ഇതെന്റെ പേഴ്സണൽ മെഷീൻ ആയിരുന്നു. അപ്പൊ ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നേരം ഞാൻ ഇത് വെച്ചാണ് ചെയ്തു കൊടുത്തത്. അല്ലാതെ അതിന് വേണ്ടിയിട്ട് ഞാൻ പുതിയ മെഷീൻ മേടിക്കുകയോ ഒന്നും ചെയ്തില്ല. ഇത് യൂസ് ചെയ്ത് ഇത് കംപ്ലൈന്റ് ആവാൻ തുടങ്ങി. കണ്ടിന്യൂസ് യൂസ് ചെയ്താൻ തുടങ്ങിയപ്പോൾ ഇത് കംപ്ലൈന്റ് ആയാണ് നമ്മൾ മെക്കാനിക്കിനെ വിളിച്ചപ്പോൾ മെക്കാനിക്ക് പറഞ്ഞു നിങ്ങൾ ഇത് വെച്ചോണ്ടാണ് തയ്ക്കുന്നത്, നിങ്ങൾ വേറെ മെഷീൻ എടുക്കുന്നു പറഞ്ഞു. അങ്ങനെയാണ് അന്നേരമാണ് എനിക്ക് മനസ്സിലാക്കി നോക്കിയത് ഇതിനൊക്കെ വേറെ മെഷീൻ ഉണ്ട്. ഞാൻ വെച്ചാൽ ഇത് വെച്ച് തന്നെ കാര്യങ്ങളൊക്കെ നടത്താമെന്ന്. പക്ഷേ ഇത് 2 മാസത്തിൽ ഒരിക്കൽ കംപ്ലൈന്റ് വന്നോണ്ടേയിരിക്കും, മോട്ടർ മാറിക്കൊണ്ടേയിരിക്കും. 2 പ്രാവശ്യം മോട്ടർ മാറ്റിയപ്പോൾ എനിക്ക് മതിയായി. 3000 കൊടുത്തപ്പം എനിക്ക് ബോധം. അപ്പൊ ഇനി ലൈറ്റിങ്ങിന്റെ കാര്യം പറയാം. നമുക്ക് ലൈറ്റിങ്ങിന് ഇവിടുന്ന് നല്ല ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഈ വീട് മൊത്തത്തിലൊരു ഇരുണ്ട വീടാണ്. ഇവിടെ പകൽ സമയത്ത് നമുക്ക് ലൈറ്റ് ഇടാതെ ഇരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ. നമുക്കൊരു ഇരുളിമ ഇഷ്ടമുള്ളതുകൊണ്ട് ആ രീതിയിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. മാക്സിമം നമുക്ക് ഇവിടുന്നാണ് നാച്ചുറൽ ലൈറ്റ് കിട്ടുന്നത്. പിന്നെ ഇതിന്റെ ഒരു ലൈറ്റിംഗ് പറഞ്ഞാൽ ഇവിടെ ഒരു ട്യൂബ് ഉണ്ട്, കാണിക്കണ്ട. ഇവിടെ ഒരു ട്യൂബ് ഉണ്ട്, ഇവിടെ ഒരു ചെറിയ എന്താ ട്യൂബ്? ടീ ട്യൂബ്. ടീ ട്യൂബ്. നീ പൊട്ടിക്കരുത് അങ്ങനെ പറഞ്ഞു. ടീ ട്യൂബ് മതി. ടീ ട്യൂബ്. പിന്നെ എനിക്ക് അപ്പൊ അതൊന്നും പോരാ. ആ ട്യൂബും ഈ ട്യൂബും ഒന്നും എനിക്ക് ഇവിടെ എത്തുന്നില്ല ലൈറ്റ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനൊരു റിംഗ് ലൈറ്റ് വെച്ച് ഞാനൊരു അഡ്ജസ്റ്റ്മെന്റ്. എന്ത് പറ്റി? ശബ്ദം അടിച്ചെന്ന് തോന്നുന്നു. ഇത്തരം അപ്പൊ ആ ട്യൂബും ഈ ട്യൂബും കൊണ്ടൊന്നും എനിക്ക് ഇവിടെ ലൈറ്റ് എത്താത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു റിംഗ് ലൈറ്റ് വെച്ച് കാര്യങ്ങൾ നടത്തുന്നത്. ടീ ട്യൂബ് ഉഗാണ്ടയിലാണ്. ടീ ട്യൂബ് മുകളിലാണ്. അപ്പം ടീ ട്യൂബ് വെച്ച സമയത്ത് ഈ ഒരു കബോർഡൊന്നും ഇല്ല. അപ്പൊ എനിക്ക് ലൈറ്റ് കിട്ടുമായിരുന്നു. ഈ കബോർഡ് വെച്ച് കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ്ലി പോയി. അപ്പൊ ഞാൻ ആലോചിച്ചു ഇതിനകത്ത് കൂടെ ഒരു മറ്റേ ചില ലൈറ്റ് ഒക്കെ കാണുമല്ലോ, LED സ്ട്രിപ്പ് ഒക്കെ കാണുമല്ലോ. പിന്നെ അത്രയും ആർഭാടം വേണ്ടെന്ന് കരുതി എന്റെ കയ്യിൽ പഴയ ഒരു റിംഗ് ലൈറ്റ് ഉണ്ടായിരുന്നു. അതിന്റെ താഴോട്ടുള്ള സംഭവം പൊട്ടിപ്പോയി. അത് ഞാൻ ഇവിടെ ഒട്ടിച്ചു വെച്ചു. അത്രേ പ്രകാശം. യെസ്. അപ്പൊ ലൈറ്റിംഗ് അതാണ്. ലൈറ്റ് ഇപ്പൊ നമുക്ക് ഇല്ലാതെ തയ്യൽ നടക്കൂലല്ലോ. ഞാനിവിടെ രാത്രി 12 മണിക്കൊക്കെ ഇരുന്ന് തയ്ക്കുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് ഫാബ്രിക് സ്റ്റോറേജ് എവിടെയൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഞാൻ ഈ ഏരിയയിലൊക്കെ ഫാബ്രിക്, അതായത് ഇതിന്റെ അകത്ത് ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഫാബ്രിക് വെക്കാന്ന് കരുതി. പക്ഷെ എനിക്ക് ഇവിടെ ഈർപ്പം അടിക്കുന്നുണ്ട്. താഴെ ഒന്നും നമുക്ക് ഫാബ്രിക് വെക്കാനുള്ള യാതൊരു ഓപ്ഷനും ഇല്ല. അപ്പം കൂടുതലും ഇവിടെയൊക്കെ ആയിട്ടാണ് ഈ ഒരു ഇത് ചെയ്തപ്പോൾ തന്നെ 2 ലെയർ ആയിട്ടാണ് ചെയ്തത്. കാരണം ഒത്തിരി വലിയ ഇതായിട്ട് ചെയ്തിട്ട് കാര്യമില്ല, അടുക്കി പെറുക്കി വെക്കാൻ പറ്റുന്നില്ല. ഇതങ്ങനെ അടുക്കി പെറുക്കി വെച്ചേക്കുവാന്നല്ല ഞാൻ പറയുന്നത്. സ്റ്റിൽ ഇവിടെയൊക്കെ ആയിട്ടാണ് ഇത് തയ്ക്കാനുള്ള തുണികളെല്ലാം വെച്ചേക്കുന്നതാണ്. പിന്നെ ദേ ഈ ഒരു ഇത് ഞാൻ ഈ ഇടയ്ക്ക് വാങ്ങിച്ചതാ. ഇതുപോലെ തന്നെ കട്ട് പീസസും കാര്യങ്ങളും ഒക്കെ വെക്കാനും സോർട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട്. പിന്നെ അത് കുറെ ആയി കഴിയുമ്പോൾ ഈ 2 പെട്ടിക്കകത്താക്കി വെക്കും. പിന്നെ അത് കഴിഞ്ഞ് ദേ അവിടെയും കുറെ ചപ്പ് ചവറുകളുണ്ട്. ഇനി ഇവിടെ ഒന്നും വെക്കാൻ പറ്റാത്തത് കുറെ ഞാൻ വേറെ കുറെ ഏരിയാസിൽ വെച്ചിട്ടുണ്ട്, വേറെ കുറെ കബാർഡിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഫാബ്രിക് സ്റ്റോറേജ് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. പിന്നെ ഇവിടെ 2-3 പെട്ടിക്കൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അവിടെ ഇരുന്ന് പോകും. ഇത് കൂടുതലും ഞാൻ ചെല്ലുമ്പം നല്ല തുണിയാണ്, നമുക്ക് ഇത് വെച്ച് ഇന്നത് ചെയ്ത് മോഡൽ ചെയ്ത് ഇടാം, എന്നിട്ട് വർക്ക് പിടിക്കാന്നൊക്കെ വിചാരിച്ചുകൊണ്ട് എടുക്കുന്ന തുണികളാണ് എല്ലാം. പിന്നെ അവിടെ ഇരുന്ന് പോകും. അല്ലെങ്കിൽ എനിക്കായിട്ട് മേടിച്ചതാണ് ഇത് ഫുൾ ഇരിക്കുന്നത്, ഒന്നും തന്നെ തയ്ച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഫാബ്രിക് സ്റ്റോറേജ് ഒരു വലിയ ഇഷ്യൂ ആണ്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് വേണ്ടുന്ന ടൂൾസും കാര്യങ്ങളും ഒക്കെ വെക്കുന്നതാണ് പറയാൻ പോകുന്നത്. ഇവിടെ ഇപ്പം ടൂൾസ് എന്ന് പറയാനായിട്ട് നമ്മുടെ കത്രികയും കാര്യങ്ങളും, പിന്നെ ചാർട്ട് പേപ്പർ, പിന്നെ കുറച്ച് സ്ക്രീല്, അങ്ങനെയുള്ള സാധനങ്ങള്, സിസർ, ഫാബ്രിക് എന്താണ് റോട്ടറി കട്ടർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെയാണ്. പിന്നെ ഇവിടെ കുറെ അധികം ടൂൾസ് ഉണ്ട്. അതോട് കാണിക്കാൻ പറ്റുമെങ്കിൽ. അങ്ങനെ എടുത്തു പറയാനൊന്നും ഇല്ല, എല്ലാം ഇങ്ങനെ ജഗജഗായിട്ട് കിടക്കുവാണ്. അപ്പൊ ഇവിടെ കുറച്ചധികം പരിപാടികൾ ഉണ്ട്. നല്ല ഭംഗിയുള്ള പെയിന്റ് പാലറ്റ്. യെസ്, ഓഫ് കോഴ്സ്. പിന്നെ കുറെ ടൂൾസ് ഇതിനകത്തുണ്ട്. ഇതെല്ലാം പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടൂൾസും കാര്യങ്ങളുമാണ്. സ്റ്റോറേജ് പറയുവാണെങ്കിൽ അങ്ങനെ വ്യക്തം ഇവിടെയാണ് കറക്റ്റ് ഇരുന്നാൽ അവിടെ ഇരുന്നോളും. പക്ഷെ പിന്നെ പെട്ടെന്ന് അത് മെസ്സാവും. പിന്നെ വന്നിട്ട് ഈ ഭാഗത്തൊക്കെ ആയിട്ട് നമ്മള് കുറെ അധികം ടൂൾസും ബീഡ്സും അതുപോലത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ എന്താ സോൾഡറിങ് അയൺ, പിന്നെ കുറച്ചും കൂടെ വലിയ ഒരു റോട്ടറി കട്ടറൊക്കെ വാങ്ങിച്ചു. പക്ഷെ ഞാനിതൊരു ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. വലിയ ആവേശത്തിൽ വാങ്ങിച്ചതാണ്, ഉപയോഗിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. അതുപോലെ മറ്റേ ഗ്ലൂ ഗണ്ണും കാര്യങ്ങളും, പിന്നെ മാമുദീസയുടെ കുറെ സാധനങ്ങൾ, ഇതുപോലുള്ള കുറെ ചപ്പുചവറുകൾ, എന്തിനാ പറയുന്ന ഇലാസ്റ്റിക്, ഇത് ത്രെഡ്, ഇതിനകത്തായിട്ട് നമ്മൾ പാക്കിംഗ് കവേഴ്സും, പിന്നെ ഇതുപോലത്തെ എംബ്രോയിഡറിയുടെ ത്രെഡും ഒക്കെ ഇതുപോലത്തെ ഇതിലാണ് കുറച്ചും കൂടെ നമുക്ക് സുഖമായിട്ട് പെട്ടെന്ന് തപ്പിയെടുക്കാനായിട്ട് എളുപ്പമാണ്. അപ്പം അത് അങ്ങനെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഇതുണ്ട് ഈശ്വര ഉണ്ട്. ഇവിടെ
ഇതിനകത്തും തയ്ക്കുന്ന നൂലുകളാണ്. തയ്ക്കുന്ന നൂല്, പിന്നെ മറ്റേ ഇതിന്റെ ജാക്കിന്റെ നൂല്, അങ്ങനെയുള്ള സാധനങ്ങള്. പിന്നെ ഇതെന്ന് പറയുന്നത് എംബ്രോയിഡറി മെഷീന്റെ തന്നെ കുറെ ഹൂപ്സ് ആണ്. 3-4 ഹൂപ്സ് ഉണ്ട്. അത് നമ്മുടെ ഹോഴ്സ് ഹെയർ, ഇതുപോലുള്ള സാധനങ്ങൾ, അങ്ങനെ ഒത്തിരി. പിന്നെ ഇത് പ്രത്യേകിച്ച് ഇത് നമ്മൾ യൂസ് ചെയ്ത് പകുതിയായ ത്രെഡുകൾ ഇങ്ങനെ വെക്കും. പിന്നെ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ബോബിനെല്ലാം കൂടി ഇങ്ങനെ ഇത് കുറച്ചും കൂടി വൃത്തിയിൽ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെച്ചില്ലെങ്കിൽ ഞാൻ ആദ്യം കുറേ ഇങ്ങനെ ഓരോ ചെറിയ പാട്ടയ്ക്കകത്തിട്ട് വെക്കുമായിരുന്നു. അപ്പം പിന്നെയും ഞാൻ പുതിയ നൂലെടുക്കും. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ എനിക്ക് കറക്റ്റ് കളർ ഓക്കെ ഈ ഇച്ചിരി ആവശ്യമുള്ളെങ്കിൽ ഇതിൽ എടുത്ത് തീർക്കും. പിന്നെ ഇത് കുറേ അധികം ഫുട്ടേഴ്സാണ്. മറ്റേ സിപ്പർ ഫുട്ട്, അല്ലാതെയുള്ള ഇൻവിസിബിൾ സിപ്പിൻ്റെയും അതിൻ്റെ ചെറിയ സംഭവങ്ങളുടെയാണ്. ഇത് പിന്നീട് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ അതങ്ങനെ. ഇനിയുള്ളത് പാറ്റേൺ സ്റ്റോറേജ് ആണ്. പാറ്റേൺ സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ആൾക്കാർ പാറ്റേൺ പേപ്പേഴ്സ് ഒക്കെ വെക്കാറുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കുറച്ചധികം പാറ്റേൺസ്, അതായത് നമ്മുടെ സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ, എൻ്റെ ഫാമിലി മെമ്പേഴ്സിന്റെ, എനിക്ക് സ്ഥിരം എൻ്റെ അമ്മയുടെ പിള്ളേരുടെ, എൻ്റെത് ഒക്കെ ഞാൻ പേപ്പർ കട്ടിങ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശരിക്കും ബ്രൗൺ പേപ്പറോ അല്ലെങ്കിൽ പാറ്റേൺ പേപ്പർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ചിട്ടൊക്കെയാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ന്യൂസ് പേപ്പറിലാണ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഫയലിലാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു ഐഡിയ ആണ്. ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതും ഫാമിലിയുടെ പാറ്റേൺസും ആണ്. അപ്പൊ ഇത് ഇങ്ങനെയാണ് വെച്ചേക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഈ കുഞ്ഞു പിള്ളേരുടെ ബൂട്ടീസ് എനിക്ക് സ്ഥിരം വരുന്നതാണ്. 2 സൈസ്, 6 മാസം വരെ ഉള്ളതും 6 മാസം വരെ ഉള്ളതും 1 വയസ്സ് വരെ ഉള്ളതും ഉണ്ട്. പിന്നെ ബിബ്, പിന്നെ തൊപ്പി, അതിന്റെയൊക്കെ പാറ്റേൺ ആണ്. ഇത് സ്റ്റാൻഡേർഡ് ആണ്. ഒരു 5-6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സ്റ്റാൻഡേർഡ് യോക്ക് സൈസ് ആണ്. സെയിം റോംബറിന്റെ 6 മാസം 1 വയസ്സ് വരെയുള്ള റോംബറിന്റെ ഇതാണ്. പിന്നെ ഇത് ജുബയുടെ ഒക്കെ, കൊച്ചു പിള്ളേരുടെ ജുബയുടെ. ഇത് എൻ്റെ അന്നയുടെ മാനിയുടെയും ഒക്കെ ഉള്ള സംഭവങ്ങളാണ്. ഇതെന്റെ ഒരു കസിൻ്റെ ആണ്. പിന്നെ അപ്പൊ അവരുടെയൊക്കെ ഇങ്ങനെ. പിന്നെ സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ കുറച്ച് പാറ്റേൺസ് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ഞാൻ അവരുടെ ഒരു തുണിയുടെ കട്ടിങ് കൂടെ വെക്കുക, എനിക്ക് ഓർമ്മ വരാനായിട്ട്. അപ്പം അങ്ങനെ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് പാറ്റേൺ സ്റ്റോറേജ്. അപ്പൊ ഇനി നമുക്ക് ഡിസൈൻ ബോർഡ് ആൻഡ് ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഐഡിയ സ്റ്റോറേജ് എവിടെയാണെന്ന് പറഞ്ഞുതരാം. അത് ഈ ഏരിയ ആണ്. ഒത്തിരി ക്ലോസ് ആയിട്ട് കാണിക്കരുത്, ആൾക്കാരെ കണ്ടുപിടി. അതാണ്. നീ അവിടെ നിന്ന് എടുക്ക്. ഓക്കെ, യെസ്. ഇതാണ്. ഇത് ഏതോ വർഷത്തെ സെപ്റ്റംബർ പ്ലാൻ ആണ്. അതായത് ഏതോ വർഷം എനിക്ക്, പക്ഷെ ഞാൻ അത് ഇംപ്ലിമെന്റ് ചെയ്തു കേട്ടോ. അത് ബാപ്റ്റിസം വെയറിന്റെ സെറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ഞാൻ ചെയ്തു. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ പ്രാവശ്യം ഓൺലൈൻ എംബ്രോയിഡറിയുടെ ട്രെയിനിങ്, പിന്നെ കാഷ്വൽ ഫ്രോക്സിന്റെ പുതിയ കളക്ഷൻ കൊണ്ടുവരണം. ഇതൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതി കുത്തിയൊക്കെ വെക്കും. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കില്ലേ, കോളർ നെക്ക് പഠിക്കുന്നു, അല്ലെങ്കിൽ അംബ്രല്ല കട്ടിങ്ങിന്റെ കണക്ക് പഠിക്കുന്നു, എത്ര ഫാബ്രിക് വേണം എന്നുള്ള റിക്വയർമെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതി വെക്കും. പിന്നെ ഇതെന്ന് പറയുന്നത് ബ്ലൗസിന്റെയും ചുരിദാറിന്റെയും, അതായത് ബേസിക് ബോർഡേഴ്സിന്റെയും മെഷർമെന്റും പിന്നെ അതിന്റെ ഡ്രാഫ്റ്റിങ്ങിന്റെ സ്റ്റെപ്സ് എഴുതി വെച്ചിട്ടുണ്ട്. എപ്പോഴും എനിക്ക് മറന്നു. അപ്പൊ ഞാൻ ഒന്ന് ജസ്റ്റ് നോക്കുമ്പോൾ ഇതിനകത്ത് കുറെ അധികം ഫോർമുലാസ് ഉണ്ട്. എൻ്റെ ബ്ലൗസ് കട്ടിങ്ങിന്റെയും ചുരിദാർ കട്ടിങ്ങിന്റെയും അല്ലെങ്കിൽ ചുരിദാറിന്റെയും കുർത്തിയുടെയും ക്ലാസ്സസ് കണ്ടവർക്കറിയാം. അതിനകത്ത് കുറെ അധികം ക്ലാസ്സസ് കണ്ടിട്ടില്ല, ക്ലാസ്സസ് എടുത്തവർക്കറിയാം. അതിനകത്ത് കുറെ അധികം ഫോർമുലാസ് ഉണ്ട്. ആ ഫോർമുല വെച്ചിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പക്കായിട്ട് നമുക്ക് ബ്ലൗസ് കിട്ടും, കുർത്തിയും കിട്ടും. അപ്പൊ അതിന്റെ കണക്കും കാര്യങ്ങളുമാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. എനിക്ക് തന്നെ ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ എഴുതി വെച്ചിട്ട് ആണ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പരിപാടിയേ ഉള്ളൂ, അല്ലാതെ നേരെ തുണിയിൽ വെട്ടുന്ന പരിപാടി എനിക്കില്ല. ഞാൻ എപ്പോഴും ഒരു ന്യൂസ് പേപ്പറിൽ അത് വെട്ടി കറക്റ്റ് നോക്കി, കാരണം ആം ഹോളൊക്കെ എപ്പോഴും ഇങ്ങനെ കറക്റ്റാക്കി എടുത്തിട്ട് മാത്രമേ ഞാൻ തുണിയിലോട്ട് വെട്ടാറുള്ളൂ. ചുമ്മാ തുണി വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കറക്റ്റ് വെട്ടി ഡ്രാഫ്റ്റ് ചെയ്തിട്ട്, ഡ്രാഫ്റ്റിംഗ് ആണ് എൻ്റെ ഒരു മെയിൻ പരിപാടി. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം എളുപ്പം. അപ്പൊ ഇനി നമുക്ക് അയണിങ് സ്റ്റേഷൻ ആണ്. അയണിങ് സ്റ്റേഷൻ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. ഇത് തന്നെ ഇതൊരു പഴയ തേപ്പോട്ടിയാണ്, ഇടയ്ക്കിടയ്ക്ക് ഉരുകി പിടിക്കുന്ന ഒരു തേപ്പോട്ടിയാണ്. വർക്ക് ചെയ്യും. പക്ഷെ ഇനിയിപ്പോ ഇതൊന്ന് മാറ്റിയിട്ട് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഗാർമെന്റ് സ്റ്റീമർ എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഞാൻ ചുമ്മാ ഇങ്ങനെ ഈ ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് വാങ്ങിച്ചു കൂട്ടുന്നതാണ്. ഒരിക്കലും ഒരു പ്രോഫിറ്റോ ഒരു ബിസിനസ് ഓറിയന്റഡോ ആയിട്ടല്ല ഞാൻ ചെയ്യുന്നത്. എനിക്കെല്ലാം നല്ല സംഭവങ്ങൾ വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത് പഴയ ഒരു തേപ്പൊട്ടിയാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ, അതായത് ചെയ്യും തോറും നമ്മളെല്ലാം തേച്ചും ഒക്കെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അങ്ങനെ ഒരു സംഭവം, ഒരു അഡീഷൻ കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ, നീ അവിടെ നിന്നാൽ മതി, ഇങ്ങോട്ട് നോക്കി. ഇതുപോലെ തന്നെ നമ്മളൊരു ഗാർമെന്റ് സ്റ്റീമർ നമ്മുടെ കയ്യിലുണ്ട്. ഇല്ലടാ, അവിടെ നിന്നാൽ മതി. ഗാർമെന്റ് സ്റ്റീമർ, ഇതിനെപ്പറ്റി റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ഫിലിപ്സിന്റെ അല്ലേ? ഫിലിപ്സിന്റെ ഗാർമെന്റ് സ്റ്റീമർ ആണ്. അപ്പോൾ ഇതിൽ ആണ് നമ്മൾ കൂടുതലും നമ്മൾ ഡിസ്പ്ലേക്ക് മുമ്പ്, അതായത് എല്ലാം ചെയ്തതിന് ശേഷം ഡിസ്പ്ലേ ചെയ്യുമല്ലോ, ആ ഡിസ്പ്ലേക്ക് മുമ്പ് ഫുൾ അയൺ ചെയ്ത്
കാരണം ഈ മുത്തും തൊങ്ങലും നെറ്റിന്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ഉരുക്കി പിടിച്ചിരിക്കും. സോ അതിൽ ചെയ്തിട്ടാണ് ഇതിൽ അയൺ ചെയ്തിട്ടാണ് നമ്മൾ ഈ സംഭവങ്ങളിലൊക്കെ ഇട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇത് മാനിക്വിൻ ഇത് മാനിക്വിൻ, ഇത് ഡ്രസ് ഫോം. മാനിക്വിൻ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേക്കുള്ള സാധനമാണ്, കൊച്ചുപിള്ളേരുടെ മാത്രമേ എൻ്റെ ഉള്ളൂ. ഇത് ഡ്രസ് ഫോം എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് വെച്ച് നമുക്ക് ഇതിന്റെയൊക്കെ രീതിയൊക്കെ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ കേപ്പ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഇതൊക്കെ കറക്റ്റ് ആയി വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കാനൊരു സൗകര്യത്തിന് വേണ്ടി മേടിച്ചാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഡിസ്പ്ലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു സാധനം തന്നെ അവിടെ ഇരിപ്പുണ്ട്, ഡിസ്പ്ലേക്കുള്ള സാധനം. 2 മാനിക്വിൻസ് ഉണ്ട്, ഒരു ഡ്രസ് ഫോമും ഉണ്ട്. അപ്പൊ അതിന് മുന്നേ അയൺ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ഗാർമെന്റ് സ്റ്റീമർ വന്നിട്ട് അപ്പൊ ഇനി ഒരു എഡിഷൻ കൂടെ വേണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്, ഒരു വെർട്ടിക്കൽ. ഇത് നമുക്ക് വെർട്ടിക്കൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇതല്ലേ ഹൊറിസോണ്ടൽ? ഹൊറിസോണ്ടൽ നടക്കില്ല, വെർട്ടിക്കൽ ഇതാണ്. വെർട്ടിക്കൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഹൊറിസോണ്ടൽ കൂടെ സ്റ്റീമിങ് പറ്റുന്ന ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ കണ്ടു. അപ്പൊ അതൊന്ന് മേടിക്കണം എന്നുണ്ട്. അപ്പൊ അതായിരിക്കും അടുത്ത എഡിഷൻ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നൊരു സംഭവം. ഇപ്പൊ വീഡിയോ ഒത്തിരി ലെങ്തി ആയെന്ന് എനിക്കറിയാം. പക്ഷെ ഇതെല്ലാം പറഞ്ഞോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല, എങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. പിന്നെ ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു, ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു വട്ട് എന്ന് പറയാം. അല്ലാതെ ഇതൊരിക്കലും നമ്മളൊരു ബിസിനസ് ഇതിൽ നോക്കുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. ഇത് മൊത്തമേ നഷ്ടമാണ്. നഷ്ടക്കച്ചവടമാണ്. കാരണം ഇപ്പം ഇതിനു വേണ്ടി തന്നെ 2 lakhs മേലെ സാധനമായിട്ടുണ്ട്. ഈ മെഷീൻസ് എല്ലാം കൂടെ തന്നെ അത്രയും തന്നെ ആയിട്ടുണ്ട്. ലക്ഷങ്ങളുടെ കണക്ക് മാത്രമേ പറയാനുള്ളൂ. പക്ഷെ കിട്ടപ്പോരൊന്നും ഇല്ല എന്നുള്ളതാണ്. കാരണം വളരെ വളരെ ചുമ്മാ ഒന്ന് ആലോചിച്ചാൽ മതി. ഒരു ദിവസം ഞാൻ ഒരു ബ്ലൗസ് തയ്ക്കാന്ന് വെക്കാം, എൻ്റെ ബ്ലൗസിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ 400 ആണ്. എൻ്റെ സ്പീഡ് മാക്സിമം ഒരു ദിവസം ഒരു ബ്ലൗസാണ്. പിന്നെ ഒരു ദിവസം 2-3 ബ്ലൗസ് തയ്ക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ അത്രക്കാരിയല്ല. അപ്പൊ ഞാൻ ഭയങ്കര സ്ലോ തയ്യക്കാരിയാണ്. 400 രൂപയ്ക്ക് ഒരു ബ്ലൗസ് തയ്ച്ച് ഞാൻ 20 ദിവസം തയ്ച്ചു കഴിഞ്ഞാൽ എനിക്ക് മാക്സിമം എത്ര കിട്ടുന്നത്? 8000 രൂപ മാക്സിമം. മനസ്സിലായില്ലേ? പിന്നെ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ശരി എനിക്കൊരു 20,000 രൂപ ഉണ്ടാക്കായിരിക്കും. പക്ഷെ ഞാൻ ആഞ്ഞു പിടിക്കത്തില്ല. അപ്പം ഇത് ഫുള്ളി ഒരു നഷ്ടക്കച്ചവടമാണ്. പക്ഷെ എൻ്റെ ഒരു സന്തോഷമാണിത്. പിന്നെ അത്യാവശ്യം വട്ടച്ചെലവിന് പൈസ കിട്ടുന്നുണ്ട്. എനിക്ക് അതൊക്കെ മതി. പിന്നെ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ആണ് ഞാൻ നോക്കുന്നത്. കുറച്ച് യൂട്യൂബ്, കുറച്ച് ക്ലാസ്സസ്, കുറച്ച് ഇത്, അങ്ങനെ എല്ലാം കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്കും തട്ടിമുട്ടി ഞാൻ ജീവിച്ചു പൊക്കോളും. പക്ഷെ ഇതൊരിക്കലും നിങ്ങളൊരു ബിസിനസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ കവേർഡ്സ് ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇപ്പം മൾട്ടിവുഡിലൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ റേറ്റ് കുറച്ച് ഇതിപ്പോൾ ഈ ഫുള്ള് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ പകുതി റേറ്റിന് നമുക്ക് മൾട്ടിവുഡിലൊക്കെ ചെയ്യുവാണെങ്കിൽ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞല്ലോ, RAK ഇന്റീരിയേഴ്സ് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചാണ്. എനിക്ക് ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ്. അതായത് ഇങ്ങനെ തട്ടായിട്ട് തന്നെ വേണം. കാരണം ഒരു വലിയ ഇതായിട്ട് കിട്ടിയിട്ട് കാര്യമില്ല. അതുപോലെ ഇവിടെ ഞാൻ കാണിക്കാൻ വിട്ടുപോയി. ഇവിടെ ഞാൻ കുറെ അധികം സിബ്, അതുപോലത്തെ കുറെ സാറ്റിൻ റിബൺസ്, അങ്ങനെയുള്ള കുറെ സാധനങ്ങളാണ് ഇതിനകത്ത് വെച്ചേക്കുന്നത്. അപ്പൊ ഇതുപോലത്തെ ഒരു സ്റ്റോറേജ് കിട്ടിയിട്ട് കാര്യമില്ല, കാണാൻ പറ്റൂല. മനസ്സിലായില്ല? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് വൺസ് ഇതിൽ നിന്ന് മനസ്സിലായ സംഭവം, നമുക്ക് ഇതുപോലത്തെ സ്റ്റോറേജ്, നിങ്ങളൊരു സ്റ്റോറേജ് തപ്പുവാണെങ്കിൽ ഇതുപോലത്തെ സ്റ്റോറേജ് നോക്കണം. ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റോറേജസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ, നിലവിൽ എനിക്ക് മനസ്സിലായിരിക്കുന്നത് ഇതുപോലത്തെ സ്റ്റോറേജസ് ആണ് നമുക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ. പിന്നെ നമ്മളെ വർക്ക് ഏരിയ കുറച്ചും കൂടെ പൊക്കത്തിലായിരിക്കണം. ഇനി അവിടെ നിന്ന് എടുത്തു. ക്ലോസിങ് എല്ലാം ക്ലോസിംഗ് ആണ്. തീർന്നു, എന്റെ പരിപാടികളൊക്കെ തീർന്നു. പിന്നെ ഈ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വാങ്ങിക്കാനുള്ള ഒരു ത്വര, ഇതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമാണ്. അതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ പോകത്തേ ഉള്ളൂ. നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ കൊണ്ട് ചെയ്യാം. പക്ഷെ ഞാൻ ഇത് ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട്, ഇങ്ങനെയും സാധനങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്റെ വീഡിയോ കാണുന്ന പലരും പുതിയ സാധനങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ സാധനങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പം എന്റെ അതൊരു ഹോബി ആയിട്ട് കണക്കാക്കിയാൽ മതി. ബിസിനസ് പരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായി വിചാരിക്കുന്നു. ലേ ഔട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ എക്സ്ട്രാ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇച്ചിരി ലോങ് ആയിപ്പോയി, താരതമ്യേന ഉള്ളതിൽ ലോങ് ആയിപ്പോയി, സോറി. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം. ബൈ.